പിന്നെ നമ്മൾ ഈ സാധാരണ ലെവലിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഡ്രഗ് എടുത്തേ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇന്ന പോലെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രഗ് എടുത്തേ പറ്റും. ഒരു കാരണവശാലും ഒരിക്കൽ പോലും ആരും ഡ്രഗ് ശ്രമിച്ചു നോക്കരുത്. കാരണം നമ്മൾ എതിലേക്ക് പോകും, താഴേക്ക്. നമ്മുടെ യൂഫോറിയ ലെവലിൽ നിന്ന് നമ്മൾ താഴേക്ക് പോകും. മനസ്സിലാകും? അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കെണി. ഒരു പ്രാവശ്യം പോയി ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നോർമലാകാൻ പറ്റാതെ വരും. ഇപ്പം നമ്മുടെ ബുദ്ധിയെ ബാധിക്കും, നമ്മുടെ ഓർമ്മയെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? വൃത്തിയുള്ള തുണിയുടെ മാത്രമേ ചെയ്യണം. ചോര വരുന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള തുണിയുടെ അമർത്തി പിടിച്ചാൽ അവിടുന്ന് ചോര വരുന്നത് നിൽക്കും. ഇത്രയും പെട്ടെന്ന് നിന്നിട്ട് മരുന്ന് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റെറൈലായിട്ടുള്ള സാധനങ്ങളും സ്റ്റെറൈലായിട്ടുള്ള വെള്ളം മാത്രം നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് വീട് പൊട്ടിന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നന്നായിട്ട് കഴുകുക. ആ മുറിവ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വീട്ടിൽ സാധാരണ കഴുകിൽ അടുത്ത ഡിസ്പെൻസറി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവർ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചത്. ഇപ്പം നമ്മൾ ഓൾറെഡി ടി ടി ഒക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ടി ടിയുടെ ഒന്നും ആവശ്യമില്ല. 10-15 വയസ്സ് വരെ നമ്മൾ ടി ടി എടുക്കുന്നത്. പിന്നെന്താ? മാംസം പുറത്തിട്ട് അതന്നെ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇച്ചിരി വലിയ മുറിവല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് ഡോക്ടറെ അടുത്ത് കൊണ്ടേ കാണിക്കുമ്പോൾ പട്ടി കടിച്ച മുറിവ് കെട്ടി വെക്കത്തില്ല, അറിയാമോ? പട്ടി കടിച്ച മുറിവ് എത്ര വലുതാണെങ്കിലും മുറിവ് കെട്ടി വെക്കത്തില്ല. അത് ഓപ്പറേറ്റ് ചെയ്യും. ഇതിൽ നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജൻ ചെന്നിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ ആൻറ്റിബോഡി ഡയറക്റ്റായിട്ട് അവരെ മുറിവിലേക്ക് കുത്തിവെക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ രോഗാണുക്കളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഇപ്പൊ ആദ്യത്തെ വിഷം കുടിച്ചാൽ പല കുഴപ്പമാണ്. പാമ്പിന്റെ വിഷം കുടിക്കുമ്പോൾ വായിക്കകത്ത് പൊട്ടലുണ്ടെങ്കിൽ അപ്പം തലകറങ്ങി വീഴും. വായിക്കകത്ത് പൊട്ടലൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് സ്റ്റൊമക്കിൽ ചെല്ലുമ്പോൾ ഡൈജസ്റ്റ് ആയി പോകും. മനസ്സിലായി? പക്ഷെ വായിക്കകത്ത് നമ്മൾ അറിയത്തില്ലല്ലോ, വായിക്കകത്ത് പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ